നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിരവധി രൂപഭാവങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായി മാറിയ രണ്ട് അഭിനയ വ്യക്തിത്വങ്ങൾ. മിമിക്രിയിൽ നിന്ന് ഡൂപ്പിലേക്കും ഡൂപ്പിൽ നിന്ന് നായക പരിവേഷമുള്ള വേഷങ്ങളിലേക്കും പ്രയാണം ചെയ്ത ടിനി ടോമും ഷാജോണും. ഇവരുമായിട്ടുള്ള സംഭാഷണം ഇവിടെ തുടരുകയാണ്. സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പം സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബോളിവുഡിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ മറക്കാതെ, അല്ലെങ്കിൽ പുതിയ കലാകാരന്മാരെ പോലും മറക്കാതെ അവരുടെ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സൗമനസ്യം. പക്ഷേ സിനിമയിൽ എപ്പോഴും ഈ പറഞ്ഞ കുറച്ച് ജാടയൊക്കെ വേണം. അതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നല്ല പരിണതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ. ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമായിട്ട് വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട് സാർ. നമ്മൾ ഈ പറഞ്ഞതുപോലെ നോക്കട്ടെ, ആരോ എന്തോ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, പറയണമെന്നും പറഞ്ഞിട്ട്. അതെ, ഷാജോൺ, രണ്ടുപേർക്കും നമസ്കാരം. മലയാള സിനിമയിൽ മിമിക്രി വേദിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് വന്ന രണ്ട് നല്ല കലാകാരന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ള വ്യക്തികളാണ്. കാരണം ടിനിയാണെങ്കിൽ മമ്മൂക്കാക്ക് പടങ്ങളിൽ ഡ്യൂപ്പ് ചെയ്ത് വന്ന ആളാണ്. ഷാജോനാണെങ്കിൽ കരടി എന്ന് പറയുന്ന സിനിമയിൽ ആ കരടിയുടെ ഡ്രസ്സിനകത്ത് ഫുൾ ടൈം കയറി നിന്ന് ഓടയും ചാടയൊക്കെ ചെയ്ത് മണിക്ക് ഡ്യൂപ്പ് ചെയ്ത ആളാണ്. അപ്പം ഡ്യൂപ്പ് ചെയ്തിപ്പോൾ ഒറിജിനലായി. നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോഴും പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറയും, ഷാജോണും ടീനയൊക്കെ വലിയ ആൾക്കാരായതിനു ശേഷം ഇത്തിരി ജാടയ്ക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ എന്ന് ഞാൻ ആദ്യം കാണുന്ന ടിനിയും ഷാജോണും തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ജാടയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ ആർക്കെങ്കിലും ഒക്കെ വിഷമം തോന്നിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവൻ ഭയങ്കര ഗുരുവനാണ്. അവൻ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ശ്രദ്ധിച്ചോ, അത് വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ മൂപ്പർ കൃത്യമായിട്ട് അതിന് ജാമ്യം എടുക്കുകയും ചെയ്തു. ഷാജോൺ, നമ്മൾ മനഃപൂർവ്വം അങ്ങനെ നാദിർഷാ നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കുറെ കാലം ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഞാൻ മിനി സ്ക്രീനിൽ വരാൻ കാരണം ഇതാണ്. പക്ഷെ ഇവന്റെ രൂപത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. മനസ്സിന്റെ ഇരിക്കും, മനസ്സ് നന്നായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. മനസ്സ് നന്നായ രൂപത്തിൽ മാറ്റം വരില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മനസ്സ് മുഖത്തിന്റെ കണ്ണാടി എന്ന് പറയൂലേ. പക്ഷെ ടിനിക്ക് ഒരുപാട് മാറ്റം വന്നല്ലോ. ഈ ജാടയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഷാരോണല്ലേ ഒരുപാട് മാറ്റം വന്നു. മനസ്സ് നല്ലത്. സാറൊരു സിനിമ എഴുതി സാറേ, ഇത്രയും ഷാർപ്പായി വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളായിട്ടിരിക്കുന്നു. ഷാജോൺ, എന്താ ഞാൻ വരാൻ കൊണ്ടേട്ടാ. സാർ, ജാട എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ചില ആൾക്കാരെ ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ചില ജാട നമ്മൾ അഭിനയിക്കേണ്ടതായിട്ട് വരുന്നത്. ജാട അഭിനയിക്കുന്നതാണ്. അല്ല, നമ്മളെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നമ്മളെ പേഴ്സണലായിട്ട് അറിയാൻ ആരും ഒരിക്കലും അങ്ങനെ ഇതുവരെ എന്നോട് ആരും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളെപ്പറ്റി മറ്റുള്ളവരെന്താണ് ധരിച്ചിരിക്കുന്നത് അറിയില്ല. നമ്മൾ മാക്സിമം എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നത്, പക്ഷേ ഞാനീ പറഞ്ഞില്ല, ചില സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പം ചുമ്മാ തോളയിലൊക്കെ കൈയിട്ട് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് തോളയൊക്കെ സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൈരുത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സെൽഫി വേണ്ടത് എടുക്കും. അപ്പൊ അങ്ങനെ ചില ആൾക്കാരെ ഒഴിവാക്കാൻ അപ്പൊ അവനെന്താ പറയുന്നറിയോ, എൻ്റെ ഒക്കെ ഒരു ജാട എന്താ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അത് ആ സംസാരം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ കൊള്ളരുതായ്മയ്ക്കല്ല, അവൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ നിന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒക്യുപേഷണൽ ഹസാർഡ്സ് ആണ്. അതെ, അങ്ങനെയുള്ള അതായത് പിന്നെ ഷാജോൺ ജാട അഭിനയിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ നിന്ന് ആ സങ്കീർണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഷാജോന്റെ ചില നമ്പറുകളാണ് അല്ലേ? അതെ. ടിനിയുടെ നമ്പറുകളാണോ അങ്ങനെ? ജാട അഭിനയിക്കാനേ പറ്റുള്ളൂ, നമുക്ക് ജാട കാണിക്കാൻ പറ്റില്ല. കാരണം ഈ പെട്ടെന്ന് ആകാശത്ത് പൊട്ടിയിരിക്കുന്ന ഒരു നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റാർ ആകുമ്പോഴാണ് എല്ലാം മറന്നു പോകുന്നത്. നമ്മൾ വളരെ പതുക്കെ സ്റ്റെപ്പ് കയറി ഒന്ന് എല്ലാം കണ്ടും കേട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ചില അവസ്ഥകളിൽ ഇപ്പോൾ ബാറുകൾ കുറേ അടഞ്ഞു ഇരിക്കുന്നതുകൊണ്ട് കുറേ സുഖമുണ്ട്. കാരണം അല്ലെങ്കിൽ ബാറിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിയപ്പോൾ നീ ആരാ സുരേഷ് ഗോപി ഇങ്ങനെ അടി, ഈ പറയുന്ന തോളത്തടിയാണ് പ്രശ്നം. ഞാൻ പേടിക്കുകയാണ് പലരും. കാരണം ഈ ലൊക്കേഷനിൽ ചില പെൺകുട്ടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ
അങ്ങനെ ഒരു ഫോട്ടോയിൽ നിന്നാൽ ഭാവിയിൽ പ്രശ്നമാകുമെന്ന് വരെ പേടിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അങ്ങനെ പ്രശ്നമായിട്ടുണ്ടോ? എനിക്കായിട്ടില്ല, ഉണ്ടാകാം. ആർക്കൊക്കെ ആയിട്ടുള്ളത്? എനിക്ക് അതിന് ഇനി ഞാൻ പ്രശ്നം ഉണ്ടാക്കണം. അങ്ങനെ വെറുതെ. ഷാജോൺ ആയിട്ടുണ്ടോ? ഷാജോൺ ആയിട്ടില്ല. ഇല്ല. അതൊക്കെ ബുദ്ധിപരം. അവിടെയൊക്കെയാണ് ജാടകൾ ഉപയോഗിക്കേണ്ട ആവശ്യം. ഭയങ്കര ബുദ്ധിമാനാണ് ഷാജോൺ. അതെ. അപ്പൊ ഇതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പൊ ഷാജോൺ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ ഒരാൾ തോളത്ത് കൈയിട്ടാൽ ഇവനായിട്ട് എന്തോ ബന്ധമുണ്ട്. കാരണം ഇവൻ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇതൊക്കെ ഭാവിയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ. ഈ ഒരു ഈ പറഞ്ഞ ടിനിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെറ്റിൽ ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ ടിനിക്ക് അറിയാത്ത ഈ പറഞ്ഞ ചില ചെറിയ സീനൊക്കെ ബിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്ന പെൺകുട്ടികൾ ടിനിയുടെ തോളത്ത് കൈവച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറയും. അതാണ് ടിനീനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. തോളത്ത് കൈയിടണമെന്ന് പറയില്ല, വെറുതെ കൂടെ നിൽക്കാൻ വരെ എനിക്ക് പേടിയാണ്. അതെ. എന്ത് എത്രമാത്രം പേടിക്കണം? നമ്മുടെ ബടിയിൽ കനവില്ലേ പിന്നെ അങ്ങനെ പേടിക്കാൻ. ഇന്ന് പുരുഷനൊക്കെ ഷാജോൺ അങ്ങനെ പേടി. സ്ത്രീ പറഞ്ഞാൽ എല്ലാവരും കേൾക്കാൻ. ഷാജോൺ അവർ ചേർന്ന് നിന്ന് എടുക്കട്ടെ അല്ലെങ്കിൽ കൈ ഷാജോൺ എടുക്കാറില്ല. ഷാജോൺ ഒഴിവാക്കാറുണ്ട്. അല്ല, ഞാൻ പറയും, ഒരു സ്ത്രീ പറയുന്നത് ആദ്യം കേൾക്കുന്നുള്ളൂ എല്ലാവരും. പിന്നീട് പുരുഷന്റെ ഭാഗത്ത് നിന്ന് പുരുഷ പീഡനങ്ങൾ നടക്കുന്ന ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത് ടിനി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഈ സിനിമാക്കാരെ കുറിച്ച് എന്ത് അപഖ്യാതി ആൾക്കാർക്ക് പറയാന്നൊരു അല്ലേ? ജനങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ സാർ. അത് നമ്മുടെ ഭാഗത്ത് ആണ് എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് ആരും ചിന്തിക്കും. ആദ്യം ഒരു നടനും നടിയും ഒന്നിക്കാണ്. ഇവര് നല്ല ചേർച്ചിന്റെ ഒരു കെട്ടിയാൽ നന്നായിരിക്കും എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ ആൾക്കാർ തന്നെ കെട്ടി ഡൈവോഴ്സിന്റെ എന്തോ മണക്കുന്നുണ്ട്. ഈ ഒന്നിപ്പിച്ച ആൾക്കാർ തന്നെയാണ് ഇത് പിരിപ്പിക്കുന്നത്. അപ്പൊ അത് പൊതുജനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെല്ലാം നമ്മൾ നിന്നു കൊടുക്കരുന്നുള്ളതാണ്. പക്ഷെ ടിനി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ അഭിനയ മൂല്യം അല്ലെങ്കിൽ താരമൂല്യം അളക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് എത്രത്തോളം ഗോസിപ്പുകൾ വരുന്നതനുസരിച്ചാണ്. മലയാളത്തിലല്ല, ഇപ്പം തമിഴിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും 10 ഗോസിപ്പ് വന്നാൽ ആ ഗോസിപ്പിൻ്റെ ഉടമയ്ക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. അല്ലല്ല, ഞാനൊന്നുമില്ല. ഒരു നടന്റെ വ്യക്തിപരമായ ജീവിതം നമ്മൾ ഇടപെടുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. സ്ക്രീനിൽ വരുമ്പോൾ അദ്ദേഹം എന്താണ് അത് മാത്രമേ നമ്മൾ. മറ്റ് ഭാഷകളിലൊക്കെ സ്വന്തം ഗോസിപ്പ് ഉണ്ടാക്കി കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇന്നയാളെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ഇന്ന പെൺകുട്ടിയെ വിട്ട് വേറൊരു പെൺകുട്ടിയാണ് ഇപ്പം ചെയ്യുന്നത്. അതൊക്കെ ഇവൻ തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചെയ്യണത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയല്ലോ സാർ. നമുക്ക് അവിടുത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്ന ടിനിക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ജീവിച്ചു പോയാൽ മതി. എനിക്ക് ഏറ്റവും വലുത് നമ്മൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പരിപാടിയായിട്ട് അതില്ലാണ്ടായി തീരുന്നത് ഒരാഗ്രഹം. നമ്മൾ സിനിമാടനാവുക, കാശ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കുടുംബത്തിൽ സമാധാനം. ഒരു കുടുംബം ഉണ്ടാവുക തന്നെ ഭാഗ്യമാണ്. ഭാര്യ അസ്ത്രം പോലെ പേടിയാണോ? പേടിയൊന്നുമില്ല, പിന്നെ ഭയം. പുക വരുമ്പോൾ ചോദിക്കുന്നത് എന്താണ് ഈ പുക, എന്തിനു പിന്നിലൊരു തീ ഉണ്ടല്ലോ എന്ന് ഇരിക്കും. വെറുതെ എന്തിനാ സംശയം ഉണ്ടാക്കുന്നത്? പക്ഷേ ഈ ടിനിയുടെ പ്രത്യേകത എന്താ പറയുക, ടിനിയുടെ കല വിട്ടിട്ട് മാത്രമേ. ഓ ഇതാ ടിനി ഒരു മോനൊക്കെ ഒരേപോലെ ഒരു അച്ചിൽ വാർത്ത പോലെയാണല്ലോ. ഇനി അതിലും സാധനം എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഷാജോണിൻ്റെ ഒരു കാര്യം എന്താ പറയുക, ഈ ടിനിയും ഷാജോൺ എന്നുള്ള വ്യത്യാസം എന്താ പറയുക? മിമിക്രി വിടാൻ പറ്റാത്ത കൊണ്ട് ഒരു പ്രണയം ഉപേക്ഷിച്ച ആളാണ് ടിനി. എന്റെ സാറേ, എവിടെ ആ പെണ്ണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഇവര് തമ്മിൽ ഭയങ്കര അടുപ്പമായിട്ട് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയണോ? പറയണ്ടല്ലോ. ഇപ്പൊ എവിടെയാന്ന് ഞാൻ പറയണോ? പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണ്ട. അതായത് ഷാജോൺ അറിയോ കഥ? ഇല്ല, എനിക്കറിയില്ല. എൻ്റെ ഷാജോണെ പ്രണയിച്ചു, ഗാഢമായ പ്രണയം. പക്ഷെ അവൾക്ക് ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. പറയാം, ഞാൻ പറയത്തില്ല, തിനി പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ തെറ്റ് പറയുന്നത്. പറയാനുള്ളെല്ലാം പറഞ്ഞല്ലേ, ഇനി എന്ത് പറയാനാണ്? സാറ് തന്നെ പറഞ്ഞു. എന്നാലും എങ്ങനെയാണെന്നും കൂടെ ഒന്ന് അത്രയും വിശദീകരിക്കണ്ട. ഇനി ഇത് മതി. അവളെ സദ്യ തന്നല്ല. മിമിക്രി നിർത്തണമെന്ന് പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. മിമിക്രി നിർത്തണമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അതോടെ പ്രണയം വലിച്ചെറിഞ്ഞു. ഇത് സിംഹ കൂടുപോലെ തോന്നണം എനിക്ക്. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. സർക്കസിലൊക്കെ ഒരു കൂടുണ്ടല്ലോ, അതുപോലെയാണ് ഫീൽ ചെയ്യണത്. ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ലൈറ്റൊക്കെ കൂടി. ഷാജോടെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു? ഇത്രയും നല്ല ഞാൻ കുട്ടിയുടെ ഒരു കമന്റ്സ് ഇടാൻ പറ്റുമോ? ഇത് ഏത് നേരത്തെ ഒരു പരിപാടിക്ക് വരാമെന്ന് ഏറ്റവും ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് അറിയാം. ഇനി ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ടിനി അവളെ വിളിക്കും. ഇനി നിന്നോട് ഇതൊക്കെ പറയാൻ പറഞ്ഞ അപ്പൊ ഇപ്പോഴും ബന്ധുണ്ടെന്നുള്ള സാറ് പറഞ്ഞത് അതും പറഞ്ഞു വരുത്താണ് വേറെ രീതിയിൽ. സാറ് മറ്റേ മൈൻഡ് റീഡറാണ്, മറ്റേ ഹിപ്നോട്ടിസം പരിപാടികൾ. അതുകൊണ്ട് ഞാൻ വേറെ കുട്ടിയുടെ കാര്യം പറയണോ? അതില്ല, അതുണ്ടാവില്ല. ഒരു ചെറിയ ക്രഷ്
പറഞ്ഞു പുറത്തുനിന്ന് വരുത്തിക്കാൻ ഓരോന്ന്. പക്ഷെ ഷാജോൺ അങ്ങനെയല്ല. ഷാജോൺ കമ്മിറ്റ്മെന്റ് ഇല്ല എല്ലാവരോടും ഒരുപോലെ. കൃത്യമായിട്ട് കാര്യം നേരിട്ടങ്ങ് പോയി പറഞ്ഞു, ഇതിനെ എനിക്ക് പ്രണയമാണ്. നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിൽ ആദ്യം അന്വേഷിച്ചു പട്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ചു, ഇല്ലാന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം ഷാജോൺ നേരെ തൃശ്ശൂർക്ക് വിട്ട് നേരെ കയറി ചെന്ന് പെണ്ണ് ചോദിച്ചു. പെണ്ണ് ചോദിച്ചു. അല്ലേ ഷാജോൺ? അതെ അതെ സാർ. ഒരു തരത്തിലും അവിടെ ഒരു കൊയാരങ്ങളി ഉണ്ടായില്ല. അപ്പൊ ഞാൻ പെണ്ണ് ചോദിച്ചില്ല കട്ടണമെന്നാണ് സാർ പറഞ്ഞത്. എന്റെ മാന്യമായി നടന്ന കല്യാണമാണ്. സായം മാന്യമായിട്ട് ചെന്നു കല്യാണം കഴിച്ചിട്ട് ഞാൻ ഏതാണ്ട് എവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്ന്. ഷാജോന്റെ സഹധർമ്മിണി ഷാജോൺ, അവള് കലാകാരിയല്ലേ? അതെ. പേരെന്താന്ന് അറിയാലോ? എന്താ? ഡീന്. കലയാണോ അതെയോ അവളെയാണോ, അവളുടെ സൗന്ദര്യത്തെയാണോ സ്വഭാവത്തെയാണോ, എന്താണ്? കലയെ ആദ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ അവളുടെ കല എന്ന് പറഞ്ഞാൽ വേറെ പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ. അവളുടെ കലയാണ്. അത് മേഖല പിടിക്കും. ഡാൻസർ ആയിരുന്നു, ഡാൻസ് ചെയ്യായിരുന്നു, ക്ലാസിക്കലും സിനിമാറ്റിക്കും ഒക്കെ. അപ്പൊ അത് കണ്ടുള്ളൊരു ആദ്യം ഒരു ഇഷ്ടം തോന്നി. ഡാൻസിൽ ആകർഷണായി. ആകർഷണായി. അങ്ങനെ പിന്നെ അവളുടെ സ്വഭാവം. ഇത് ക്ലാസിക്കലായിരുന്നോ സിനിമാറ്റിക്? ക്ലാസിക്കലും സിനിമാറ്റിക്കും എല്ലാം ചെയ്യും. രണ്ടും മാറി എല്ലാം ഏതിലാണ് താങ്കൾ ആകർഷണായത്? രണ്ടിലും ആകർഷണായി. രണ്ടിലും ആകർഷണായി. അപ്പം അങ്ങനെ പിന്നെ ഉള്ള സ്വഭാവം ഇനി ശ്രദ്ധിക്കണം കേട്ടോ ഡയലോഗുകൾ. രണ്ടിലും ആകർഷണായി. ഇതൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണോട്ടോ. അപ്പൊ ഇനിയും ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. ഡാൻസ് കണ്ടാൽ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം, ഇത് കോടതിയാണത്. അപ്പൊ അങ്ങനെ പിന്നെ അവളോട് ഞാൻ അവിടെ വെച്ച് നേരിട്ട് ഞങ്ങളൊരു ഗൾഫ് ഷോയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയം. അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്തു. ഞാൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് അമ്മച്ചി കല്യാണ ആലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അവളോട് ആദ്യം ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു വീട്ടിൽ വന്ന് ചോദിച്ചു, വീട്ടുകാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദർ ആ സമയത്ത് ദുബായിലുണ്ട്, ഷുചാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വന്ന് ഇവിടെ കണ്ടു. അച്ഛനും ഇവിടെ ചോദിച്ചു. ഭയങ്കര ഫാസ്റ്റ് എല്ലാം പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടു പോരുന്നല്ലോ. അപ്പോൾ അച്ഛനും സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു, ഇങ്ങനെ വീട്ടുകാരോട് സംസാരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിറ്റേ ആഴ്ച തന്നെ. പക്ഷെ ആദ്യം ഇവൾക്കൊരു അല്പം ജാടയുണ്ടെന്ന് തോന്നിയോ ഷാജോട്? ആദ്യം തോന്നി. കാര്യം നമ്മുടെ റിഹേഴ്സലിനൊന്നും വന്നില്ല. അവളിപ്പോൾ ഈ ആഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഈ കുറേ ജുവലേഴ്സിൻ്റെ, കല്യാൺ ജുവലേഴ്സ്, അങ്ങനെ കുറേ ആഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിഹേഴ്സലിന് വന്നില്ലായിരുന്നു ഇവള്. അപ്പം നമ്മുടെ കൂടെ ഉള്ള എല്ലാം, നമ്മുടെ കോട്ടയം നസീർ, നവാസ്, പിന്നെ കലാഭവൻ നിയാസ് എല്ലാം ഒന്നിനൊത്തും അല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവൾ മാത്രമല്ല ഇതിന് വരാത്തത്, വരുമ്പോൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അവൾ ആ സമയത്ത് മിസ് തൃശ്ശൂരൊക്കെ ആയിരിക്കുന്നൊരു സമയം. അപ്പം അവർ അതിൻ്റെ ചാടായിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളാരും വന്നപ്പോൾ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. പക്ഷെ ഇവള് വന്നിട്ട് പെട്ടെന്ന് ടീച്ചർ ബാക്കി ടീമിൻ്റെ കയ്യിൽ നിന്ന് ഡാൻസൊക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു ഇവള്. അപ്പം നമുക്കൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമില്ല ഒരു തോന്നലുണ്ടായി. പിന്നെ അങ്ങനെ സംസാരിച്ച് മൈൻഡ് ചെയ്യരുതെന്ന് പറയണത് വെച്ചാൽ പോയി പണി വെക്കാന്ന് ഷാജോൻ അവരോട് പറഞ്ഞു. അത് ശരി, ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ വന്നു. അങ്ങനെ ഒരു ഇത് അതിന് നമ്മൾ ആദ്യം താന്നു കൊടുക്കരുതല്ലോ. അവള് ജാടയുള്ളതാണെങ്കിൽ പിന്നെ നമ്മൾ മിമിക്രിക്കാരല്ലേ അതിനകത്ത്. മിമിക്രിക്കാരാണല്ലോ മെയിൻ ഈ ടീം. നമ്മളാണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് ചെയ്യുന്നതെല്ലാം നമ്മളായിരിക്കുമല്ലോ. ഡാൻസ് അല്ലേ, ഡാൻസേ ഉള്ളൂ. അപ്പൊ അത്ര ജാട വേണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ അവള് വന്ന എല്ലാ ഐറ്റംസുകളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തു, സ്റ്റെപ്സ് എല്ലാം പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ അവളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കാര്യമൊന്നും അല്ലാന്ന് ധൈര്യം വന്നു. പിന്നെ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. എന്താ എങ്ങനെ അപ്രോച്ച് ചെയ്തു? ഒരു മിമിക്രിക്കാരന്റെ ഭാഷ പറഞ്ഞാൽ അല്ല, ഞാൻ ഇതുപോലെ ഞങ്ങളൊരു യാത്ര നമ്മൾ കുറച്ചുകൂടെ വിനയം കാണിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ നമ്മൾ ആ സമയത്ത് അങ്ങ് വിനയാനിതനാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വീട്ടിലിങ്ങനെ ഞങ്ങൾ അടുത്തടുത്തിരുന്ന് സംസാരിക്കും. ഒരു ബസ് യാത്രയല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു. എത്ര പ്രാവശ്യം ആലോചിച്ചത് സംബന്ധിച്ച് പറയണോ വേണ്ടെന്ന് കുറേ തവണ ആലോചിച്ചു. നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പൊസിഷനും ഒക്കെ നമ്മൾ ആലോചിച്ചു. നമ്മളൊരു മിമിക്രി കലാകാരനാണ്, ഇനിയിപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അവർ തൃശ്ശൂർ തോട്ടാൻ എന്ന് പറഞ്ഞൊരു ഫാമിലിയൊക്കെയാണ്. അപ്പോൾ അവരോട് നമ്മളൊരു പറയുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ എന്തായാലും ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങ് സംസാരിച്ചു, ചോദിച്ചു. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെ. അപ്പം അനില ശ്രീകുമാറുണ്ടല്ലോ, ആക്ട്രസ് അനിലയും അനിലയുടെ ഹസ്ബൻഡുണ്ട് ശ്രീകുമാറേട്ടനൊക്കെ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ. അപ്പം ഞാൻ അവരോട് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തു. മനസ്സിലായി. അപ്പം അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ, മനസ്സിലായില്ല. അപ്പം നമ്മൾ ആ റൂട്ടിൽ കൂടെ ഒന്ന് പോകുന്നത് അവരോട് ചോദിച്ചു. അനില എന്നോട് പറഞ്ഞു, ഷാജോൻ നേരിട്ട് തന്നെ പറ ഡിനിയോട് എന്ന് പറഞ്ഞിട്ട് അനില ആദ്യം ഒന്ന് സംസാരിച്ചു ഡിനിയോട്. അപ്പൊ പരിവപ്പെടുത്തി. അപ്പം ഷോക്ക് അവൾക്ക് കിട്ടാതിരിക്കും. പെട്ടെന്ന് എന്നെ പോലെ ഒരാളെ ഒന്ന് കല്യാണം കഴിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ നിന്ന് അനില ഒന്ന് സംസാരിപ്പിച്ചു. അന്ന് വിഗ് വെച്ചിരുന്നോ? പിന്നെ വിഗൊക്കെ ഞാൻ 22ാമത്തെ വയസ്സ് വെച്ചാൽ സാർ. വിഗൊക്കെ നമ്മൾ നേരത്തെ അതിനെ തോപ്പിക്കാൻ നമ്മൾ പറ്റില്ല. കഷണ്ടിയുടെ പേരിൽ നമ്മൾ തോക്കരുതല്ലോ. അല്ല, നമ്മൾ ആദ്യം തന്നെ വിഗൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം
എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്. വീട്ടുകാർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ, എനിക്ക് ഓക്കെ ആയിരിക്കും. വരട്ടെ, ഓക്കെ വരട്ടെ. എന്നാൽ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാനുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ കുഞ്ഞിന് ഇതുവരെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വളരെ അപകടം പിടിച്ച ചോദ്യമല്ല ടിബി. അതിന്റെ ഉത്തരം നന്നായ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു. സാർ ഉദ്ദേശിക്കുന്നത് ഭയങ്കര അപകടം പിടിച്ച ചോദ്യം. സാർ ഉദ്ദേശിച്ച വേറെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള ഒന്നുമില്ല സാർ. അതെ, ശരിക്കും തീർച്ചയായിട്ടും സംതൃപ്തനാവട്ടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും 100%. പിന്നെ നമ്മൾ എന്താണ് കിട്ടാത്തതിനോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ കിട്ടിയതിന് വെച്ച് നമ്മൾ സംതൃപ്തനാണ്. കിട്ടാത്തതായിട്ട് ചിലതുണ്ട്. ഇല്ല, കിട്ടാത്തതായിട്ട് നമുക്ക് എന്താ പറയുന്നത്, നമ്മളിപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാത്തതിൽ വിഷമമുണ്ടെന്ന് ചോദിച്ചാൽ വിഷമം ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. എന്തെങ്കിലും തീർച്ചയായിട്ടും വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഷാജോന്റെ ഒരു പക്ഷേ കലാജീവിതം എന്ന് പറയുന്നത് സിനിമയിൽ വരുമെന്നും ഇത്ര ശ്രദ്ധിക്കപ്പെടുമെന്നും ഇത്ര ആരാധകരുണ്ടാവുമെന്നും ഒരിക്കലും ഷാജോൺ ഇല്ല അല്ലേ, അങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല. ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ലഭിച്ചതൊക്കെ ബോണസാണ്. തീർച്ചയായും സാർ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കിട്ടുന്നതെല്ലാം നമുക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. എങ്കിൽ പോലും കുറച്ച് കിട്ടിക്കഴിയുമ്പോൾ ടിനി കുറച്ചുകൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം വരില്ലേ? ആഗ്രഹം ഉണ്ടാകും, അത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നെ പെർഫോം ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞാൽ ഇത് പോരാ, അതെ ഇത് പോരാ. ഓരോ സിനിമയിൽ ഒരു പക്ഷേ കരടിയായിരുന്ന സമയത്ത് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിഠായി കിട്ടി, ഒരു ചെറിയൊരു ഒറ്റ ഡയലോഗ് അല്ലേ, ഒരു വാചകം, അതിൽ സംതൃപ്തരായിരുന്നില്ല. ഇല്ല. ആ അസംതൃപ്തിയാണ് ഒരുപക്ഷെ ഷാജോൺ എന്നുള്ള ഷാജോണെ ഈ ഷാജോണാക്കി മാറ്റിയത്. അതുപോലെ ടിനി എന്നുള്ള ഒരു ഡൂപ്പിനെ, മമ്മൂക്കയുടെ ഡൂപ്പിനെ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കിയത്. പടം പക്ഷേ അധികം ഓടാത്തതിന്റെ പേരിൽ, അതായത് ഇന്നിറങ്ങിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കാരണം പക്ഷെ ആ പടം പിന്നീട് ലാലൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ സിനിമ പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും ചാനൽ വൻ വിജയമായി. അത് മമ്മൂക്ക ഹ്യൂമർ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2 കാലഘട്ടമായിട്ട് തിരിക്കാം. ഒന്ന് രാജമാണിക്യത്തിന് ശേഷം മുൻപും. രാജമാണിക്യത്തിന് അങ്ങനെ ഒരു ഇറ നമുക്ക് വെക്കേണ്ടി വരും. അപ്പൊ രാജമാണിക്യത്തിന് ശേഷമായിരുന്നെങ്കിൽ ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നേനെ. ലാൽജോ സാറ് ഇത് നേരത്തെ അദ്ദേഹത്തിൽ ഈ ഒരു കഴിവ് കണ്ടെത്തിയതുകൊണ്ടാണ് ഒരു ഹ്യൂമറസ് ആയിട്ട് ചെയ്ത പടം. പക്ഷെ ആൾക്കാർ പ്രതീക്ഷിച്ചത് ഒരു സീരിയസ് പടമായിരുന്നു. കാലത്തിന് മുമ്പേ പോയ ഒരു പടം. പടം നല്ല പടം തന്നെ, കാലത്തിന് മുൻപേ വന്നത്. കാലത്തിന് മുമ്പേ പോയി. പക്ഷെ എങ്കിലും ടെലിവിഷന്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ആ പടം പോയില്ല. ഇല്ല, എനിക്കിപ്പോഴും ഉദ്ഘാടനങ്ങൾ കിട്ടാറുണ്ട്. പട്ടാളത്തിന്റെ പേരിൽ ഇപ്പോഴും കിട്ടാറുണ്ട് ഉദ്ഘാടനം. ഓ അത് ശരി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പല രൂപത്തിലും കോലത്തിലാണ് മൂപ്പർക്ക് അനുഗ്രഹങ്ങൾ തേടി വരുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിച്ച് ബിജു മേനോൻ ഞങ്ങളും തമ്മിലുള്ള കോമ്പിനേഷൻ ഇപ്പൊ വർക്കൗട്ട് ചെയ്തു. അതാണ് വെള്ളിമൂങ്ങ ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കുകയാണ് എത്ര വർഷം മുമ്പ് നമ്മൾ ഇത് ചെയ്തു, ഇപ്പോഴാണ് നമുക്കൊരു ഹിറ്റ് കിട്ടിയത്. 2003 പട്ടാളം. അപ്പം ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീണ്ടും വെള്ളിമൂങ്ങ ചെയ്തത്. പക്ഷെ ആ ഒരു 10 പതിറ്റാണ്ട് മുമ്പത്തെ ആ ഒരു സിങ്ക്, ആ ഒരു കെമിസ്ട്രി നിലനിന്നു അല്ലേ? അതെ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം സൂപ്പർ അല്ലേ? നന്നായി ആസ്വദിച്ചല്ലേ? പിന്നെ തീർച്ചയായിട്ടും തിരിനെ അങ്ങോട്ട് കടഞ്ഞെടുക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്ന ഒരു ഉരുപ്പടിയായിരുന്നു ഈ തിനിയെന്ന് ഒരു തോന്നലുണ്ടായി. ശരിക്കും പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നമ്മളൊക്കെ ഒരുപാട് ആസ്വദിച്ചൊരു പടമാണ് മമ്മൂക്കയുടെ ഈ പടം. അതിൽ ഈ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെ ഒരു പ്രത്യേകത. ചില സമയത്ത് ഈ ചില സിനിമകളിൽ നായകനോ അല്ലെങ്കിൽ നായികയോ മാത്രമേ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. ഒരുപാട് കഥാപാത്രം ഉണ്ടാവും, പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ സിനിമകളിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഷാജോണിലേക്ക് വരുന്നതിന് മുമ്പ് ദൃശ്യം പോലുള്ള സിനിമകൾ, അവിടെ ഓരോ എലമെൻറ്റിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഈ സൂപ്പർ എന്നുള്ള കഥാപാത്രത്തിൽ ഒരു ഡ്രൈവറുടെ എല്ലാവിധ കള്ളത്തരങ്ങളും കംപ്ലീറ്റ്. പിന്നെ ആ ഫോണൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഫോൺ ചെയ്തിട്ട് ജോസേട്ടാ നിങ്ങളുടെ ഭാര്യ ഇപ്പം ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്, അങ്ങനെ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് എത്ര നൈസർഗികമായിട്ടും സ്വാഭാവികമായിട്ടും പറഞ്ഞു വരുന്നത് മനസ്സിലായി. എത്രയോ കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ചെയ്ത കുടുംബം കലക്കി അല്ലേ? വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ഈ സിനിമയിൽ അല്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ക്യാമറ ഷോട്ട് വെച്ചതിന് ശേഷം രഞ്ജിയേട്ടൻ വീണ്ടും ഒരു സാധനം ഇങ്ങനെ ചെയ്ത് പറഞ്ഞു നോക്കിയെന്ന് പറയുമ്പോൾ അത് അവിടെ ഞാൻ ചെയ്യുകയും അത് നന്നാവുകയും ചെയ്തുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു ചേർന്നത്. ആഡ് ചെയ്താണ് പെട്ടെന്ന് ആഡ് ചെയ്യും സാർ. ഇപ്പൊ ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ സാർ അവിടെ നിന്ന് തന്നെ എഴുതി തന്നെ. അപ്പൊ അതാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഈ കുടുംബം കലക്കണ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അല്ല, അത് അവിടെ ഉണ്ടായ സംഭവമാണത്. അതെ, അത് നേരത്തെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇനിയുടെ സ്വഭാവത്തിൽ അത് ഉണ്ടെന്നുള്ളത് കണ്ടെത്തി പുള്ളി. അല്ല അങ്ങനെയല്ലേ പറയണ്ടേ ഷാജോൺ, അങ്ങനെയല്ലേ പറയണ്ടേ? അവിടെ ചെന്ന് കഴിഞ്ഞ് സംസാരിച്ച് സംഭവിച്ചപ്പോ ഇയാളുടെ
കഴിവുകൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഇങ്ങനെയുള്ള പല മേഖലകളിലേക്കും ഇങ്ങനെ വ്യവഹരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രഞ്ജിത്തിന് പിടിത്തും. നമ്മൾ ഈ പൈലറ്റായിട്ട് അഭിനയിക്കുമ്പോൾ ഇതിനു മുമ്പ് വിമാനം ഓടിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഓടിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി നമുക്ക് ആ വേഷം ചെയ്യാനും സാധ്യതയുണ്ട്. ഓടിച്ചിട്ടുണ്ടാകണമെന്നില്ല, പക്ഷെ ഓടിച്ചിട്ടില്ല എന്നും ഉണ്ടാകണമെന്നില്ല. അതില്ല, അങ്ങനെ ഉണ്ടല്ലോ. ഉണ്ട്. അതെ, ഞാൻ ഓടിക്കാതെ ഞാൻ ചിലപ്പോൾ ആ വേഷം ചെയ്തെന്നിരിക്കും പൈലറ്റായിട്ട് ചെയ്യാൻ. അതിന്റെ കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇതിപ്പോ ജീവിതത്തിൽ ഞാനിങ്ങനെ കുടുംബം കലക്കിയിട്ടില്ല സാറേ. എന്റെ ടിനി അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായ അഭിനയം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ഉടനെ പുള്ളിക്കൊരു സംശയം, ഷാജോണെ ഇത് വേറെ വല്ലതും അറിഞ്ഞിട്ടാണോ പറയണത്, മറ്റേ പ്രണയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ സത്സന്ധമായിട്ടുള്ള വല്ല വിശദീകരണമാണോ എന്നുള്ളൊരു തോന്നൽ ഒരിക്കലുമില്ല. ടിനി എന്നുള്ള മനുഷ്യന്റെ ഗുണങ്ങൾ ഒരുപാട് ആൾക്കാരോടൊന്ന് വാഴ്ത്തി. ഏത് നേരവും നൊവേനയും യേശുക്രിസ്തുവും ഭക്തിയും. അല്ല, ഏത് നേരം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതിൽ നമ്മൾ ദൈവത്തിന് അല്ലാതെ എപ്പോഴും ഞാൻ മറ്റേ പാസ്റ്ററായിട്ട് നടക്കല്ലേ. നമ്മുടെ പ്രവൃത്തിയാണ്. ചില സമയത്ത് ചെകുത്താനും വരാറുണ്ടല്ലേ. മനുഷ്യനല്ലേ, മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഉണ്ട്. അതാണ് നമ്മളെ മാറ്റി നിർത്തുന്നത്. മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം, മനുഷ്യനായിരിക്കണം. മനുഷ്യനേക്കാൾ നല്ല മൃഗങ്ങൾ. ആരെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഒക്കെ ഉപദേശിച്ചിട്ടുണ്ടോ പിന്നെ ഈ സ്വഭാവം മോശാടാ, അത് മാറ്റിക്കളാ? പിന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ആഗ്രഹിക്കുന്ന മാറ്റിക്കളാണെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം ഏതാണ്? മുൻകോപം. പെട്ടെന്ന് പ്രതികരിക്കും. നമ്മൾ ആരാന്ന് നോക്കൂല. ഇപ്പൊ ബില്ലാദം വന്ന് മരിച്ചു എന്നാലും ബില്ലാദം വന്ന് പറഞ്ഞാലും നമ്മൾ പ്രതികരിച്ചു. അയാളുടെ കയ്യിൽ മറ്റേ തോക്കണ്ടൊന്നും അതും നോക്കില്ല. ഒരുപക്ഷെ ഈ ഒരു സ്വഭാവം പലപ്പോഴും പല നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കും. എന്താ കാരണം വെച്ചാൽ മുഖം നോക്കി പെട്ടെന്ന് പറയുന്ന ആൾക്കാർ ഇൻസ്റ്റന്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഈ എന്റർടൈൻമെന്റ് മേഖലയിലൊക്കെ സത്യം അങ്ങനെ പറയാൻ പാടുണ്ടോ? കുറച്ച് വളച്ചല്ലേ പറയേണ്ടത് അല്ലേ? അവിടെ ഒരു പരാജയം ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് പ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല. ടിനീൻ്റെ ഈ സ്വഭാവമാണ് ടിനീനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാരണമാക്കുന്നത്. അതിലൊരു മാറ്റവും വരുത്തരുത്. ഡിപ്ലോമാറ്റിക് ആകാൻ വേണ്ടി ടിനീനെ ഡിപ്ലോമാറ്റിക് ആകാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ ഷാജോണിനെ പോലെ പോകും. അല്ല, ഷാജോന്റെ വിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി പഠിക്കാനുള്ള വിനയമാണ്. ഷാജോൻ കാശ് ചോദിക്കുന്നത് പോലും വിനയത്തിലൂടെയാണ്. അത് ഒന്ന് നോക്കട്ടെ. ഷാജോൻ 350-500 രൂപ മേടിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കോട്ടയം നസീറിന്റെ ട്രൂപ്പിലായിരുന്നു. ഇപ്പോൾ ഡിസ്കവറി എന്ന് പറഞ്ഞ ചാനൽ ഇതിലായിരുന്നു, ട്രൂപ്പിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കോട്ടയം നസീറിന് മസ്കറ്റിൽ എന്തോ പ്രോഗ്രാം വന്നപ്പോൾ ഷാജോനെ അപ്പൊ 500-600 രൂപ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഷാജോൻ എങ്ങനെയാണ് നിന്റെ റേറ്റ്? ഷാജോൻ എനിക്കൊരു 25,000 രൂപ വാങ്ങിച്ച് തായിക്കാം. 25,000 എന്തൊരു വ്യത്യാസം നോക്കിയേ. ശരിയടാ, ഓക്കെ വിളിക്കാട്ടാ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പുള്ളി എന്താ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിളിച്ചിട്ട് പിന്നെ വേറെന്തോ അറേഞ്ച് ചെയ്ത്. പക്ഷേ അവർ നേരിട്ട് ഇദ്ദേഹത്തിന് വിളിക്കും, ഇദ്ദേഹം 50,000 രൂപ പരിപാടി നടത്തുകയും കോട്ടയം നസീറിന്റെ പരിപാടി നഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാം വിനയത്തിലൂടെ സാധിച്ചു. അവർക്ക് ലാഭമല്ലേ നോക്കുമ്പോ. പുള്ളിക്ക് 1.5 ലക്ഷം കൊടുക്കുന്നില്ലത് ഇവന് 50,000 കൊടുത്ത് കൂടെ ആർട്ടിസ്റ്റ് വന്ന് അവന് കിട്ടാനുള്ള കിട്ടുകയും ചെയ്തു. അതാണ് വേണ്ടത്. അത് ഈ കോട്ടയം എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു കോട്ടയം യൂണിവേഴ്സിറ്റിയാണ് അല്ലേ? അതെ. എന്താ കാരണം വെച്ചാൽ ഈ കോട്ടയത്തിൽ ചൊല്ലുണ്ട്, മിടുക്കനാകണമെങ്കിൽ മണ്ടരാകാൻ പഠിക്കണം. മിടുക്കനാകണമെങ്കിൽ മണ്ടരാകാൻ പഠിക്കണം. ഇല്ലേ? അങ്ങനെ ചൊല്ലുണ്ട് എന്ന് ശരിക്കും സമ്മതിച്ചിട്ടോ? അത് ഖണ്ഡിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളതല്ല. കോട്ടയത്തൊക്കെ ചൊല്ലുണ്ട്. എന്താ കാരണം വെച്ചാലും ടിനി ടോമിനെ പോലെ അങ്ങ് സ്പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് പുറകോട്ട് വലിയുന്നത് എപ്പോഴും മുമ്പോട്ട് ആഞ്ഞു പോകാനുള്ള ഒരു ഉപാധിയാണ്. ഷാജോൺ അല്പം ഡിപ്ലോമാറ്റിക് ആണോ? ചില സമയങ്ങളിൽ ടിനിയേക്കാൾ ഡിപ്ലോമാറ്റിക് ആണ്. അതെ, തീർച്ചയായിട്ടും. ടിനിക്ക് വേണമെങ്കിൽ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണമെന്ന് ഷാജോൺ ഉപദേശിക്കുകയാണെങ്കിൽ എടാ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പയ്യെ എന്തിനാണ് അവരെ പിടക്കണേ എന്നൊക്കെയല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഷാജോണിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നം ആരും പറയില്ല. ഇല്ല, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വെട്ടിത്തുറന്നൊന്നും പറയാറില്ല. ഞാൻ മുൻകോപമില്ല. വീട്ടിലുമില്ല. വീട്ടിലാണ് മൂപ്പർക്ക് ഉള്ളത് കോട്ടയം. എന്നിട്ട് വീട്ടിലില്ല. ഞാൻ വളരെ വീട്ടിലാണെങ്കിലും എല്ലാം കോമഡിയിലൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ്. എൻ്റെ വൈഫിൻ്റെ ഏറ്റവും വലിയ പരാതി അതാണ്. അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടങ്ങിയിരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ അങ്ങനെ തീർക്കും. ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ. അതെ. എൻ്റെ കാര്യം ഒരു പ്രതികരണമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴല്ലേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ അവൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് അവളപ്പോൾ ഒരു തീരുമാനം എടുക്കും. ഇനിയിപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെയുള്ളതുകൊണ്ടാണ് അത് സംഭവങ്ങളത് എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഞാനും അവളുടെ ദേഷ്യത്തിനൊപ്പം ഞാനും നിന്ന് ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നല്ലത്. ഇങ്ങനെയൊക്കെയുള്ളൊരു മുതലെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലേ. ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ നമ്മളാണ് അപ്പം പ്രതികരിക്കില്ല. മൂപ്പർ അതെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷം
മിമിക്രി എല്ലാം കാണിച്ച് അവരെ ചിരിപ്പിച്ച ശേഷം മാത്രമേ അവർ വിടുള്ളൂ. ഇങ്ങനൊരു സ്വഭാവം വേണമെന്ന് ടിനി ആഗ്രഹിക്കുന്നുണ്ടോ? വേണം, അതാണ് വേണ്ടത്. ക്ഷമ ഏതൊരു യുദ്ധത്തിനെ അവസാനിപ്പിക്കാൻ സാധിക്കും. ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാളും ഗുണപ്രദമാണ്. ആട്ടിൻ സൂപ്പോ? ആട്ടിൻ സൂപ്പിനേക്കാളും ആരോഗ്യത്തിന് ഗുണപ്രദമാണ്. അതെ, കറക്റ്റ്. സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ല്. ആട്ടിൻ സൂപ്പ് ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നെന്ന് പറയുന്നത്. ആട്ടിൻ സൂപ്പ് എന്ന് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. ക്ഷമ എന്ന് പറഞ്ഞാൽ അതെ. ഷാജോന്റെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ളൊരു പരിണാമം. ഒരു കരടിയിൽ നിന്ന്, ഒരു ഡൂപ്പിൽ നിന്ന്, ബിറ്റ് പീസസിൽ നിന്ന് ശ്രദ്ധേയമായിട്ട് പീസ് എന്ന് പറഞ്ഞാൽ സാർ ചെറിയ റോളല്ലേ? അത്രേ ഉള്ളൂ. മറ്റേ വേറെ അർത്ഥത്തിൽ വിചാരിക്കും. അതുകൊണ്ട് അത് ഈ എറണാകുളം ഭാഗത്തൊക്കെ ബിറ്റ് കാണാൻ പോകണം. അതായത് ഈ ടിനി ടോമിന്റെ സുഹൃത്തുക്കൾ പറയും, എന്താ ബിറ്റ് കാണാൻ പോകണം. അതിൽ അങ്ങനെയല്ലേ? സാറ് പഠിച്ചു വരുന്ന പോലെ തന്നെ. ഞാൻ എറണാകുളത്തേക്ക് ബന്ധമില്ല. സാറ് ഡൽഹിയിൽ ഹിന്ദിയിലായിരുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ പക്ഷെ ബിറ്റൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ലെങ്തിലായിരുന്നു. JNU-ലായിരുന്നു. അതെ, ചെറിയ പീസ് ഇല്ല. സൂപ്പർ സ്റ്റാറിനെ ഇടിച്ച് പരത്തിയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ പ്രതികരിക്കാതിരുന്ന അപൂർവ സന്ദർഭങ്ങളുണ്ടാവും. സഹദേവന്റെ മുമ്പിലൊന്നും സൂപ്പർ സ്റ്റാർ അങ്ങനെ നിൽക്കില്ല മോനെ. പക്ഷേ ഈ സഹദേവനാണ് ഒരു പക്ഷേ മലയാള സിനിമയിൽ ഷാജോണെ വാനോളം ഉയർത്തി. ഈ വേഷം ടിനി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ഇതുപോലൊരു രൗദ്രഭാവം ഉണ്ടാവുമായിരുന്നു. ഇപ്പോ കലാഭവമണി ചെയ്ത് ഇപ്പൊ ഇന്ത്യയിൽ വേറെ ആൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം തന്നെ പല രീതിയിലായിരിക്കും, ജനലിലൂടെ കാണുന്ന പോലെ ആയിരിക്കും. പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ വേഷം ഷാജോൺ ഈ സിനിമയിൽ ഫലവത്താക്കി. അതിനെക്കുറിച്ച് രണ്ടാമതൊരു അഭിപ്രായം ആർക്കും ഇല്ല. ഇല്ല, ഞാനിപ്പോ ഷാജോന്റെ എന്നെ സ്വാധീനിക്കുന്ന വേഷങ്ങൾ കാണുമ്പോൾ അപ്പൊ തന്നെ വിളിക്കാറുണ്ട് അല്ലേ ഷാജോൻ? എല്ലാ പടത്തിനൊന്നും വിളിക്കാറില്ല. പക്ഷെ ഇത് നമ്മൾ ഷാജോനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു മുഖം. അത് എനിക്ക് തോന്നുന്നു മിമിക്രിക്കാരെ പരീക്ഷിക്കണം സാറേ. അതുകൊണ്ട് സലീം കുമാറിന് ദേശീയ അവാർഡ് കിട്ടി, സുരാജിന് കിട്ടി ദേശീയ അവാർഡ്. ഇന്ന ടൈപ്പൊന്നും ആക്കാതെ മിമിക്രിക്കാരെ എത്രയോ ഇനിയും കലാകാരന്മാരുണ്ട്. അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലെക്സിബിളാണ്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഷാജോണും തെളിയിച്ചു കഴിഞ്ഞത്. എന്നെയൊക്കെ ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. അതായത് നമ്മളൊരു പൊറോട്ട കൊഴിച്ചു വെച്ച മാവാണ്, അതിട്ട് പരത്തി റെഡിയാക്കാനുള്ള ആൾ വരണം, അടിച്ച് പരത്തണം. പക്ഷെ വേണ്ട രീതിയിൽ അടിച്ച് പരത്തുന്നില്ല ഒരു പരാതി ഉണ്ട് എനിക്ക്. ഉപയോഗിക്കണം, ഇനി ഉപയോഗിക്കണം. ഇനി ഉപയോഗിക്കാനുള്ള ഒരുപാട് സ്കോപ്പുകളുണ്ട്. ഷാജോൺ ഈ ഒരു വേഷം വലിയ ചലഞ്ചിങ് ആണ്. എന്താ കാരണം വെച്ചാൽ ഷാജോൺ കോമഡിയുടെ രംഗത്ത് ഇങ്ങനെ കോമഡി മാത്രമല്ല, ഷാജോൺ ജനിച്ചു തന്നെ പോലീസാകാനെന്നൊരു പ്രതീതി ഒരു കാലഘട്ടം സൃഷ്ടിച്ചിരുന്നു. പോലീസുകാരനാണ് പിതാവ്. അപ്പൊ മകനും പോലീസുകാരനായിക്കോട്ടെ എന്ന് ചില സിനിമാക്കാർ വിചാരിച്ച് എത്ര വേഷങ്ങളാണ്? കുറേ സിനിമകളിൽ 50 സിനിമകളിലെങ്കിലും പോലീസുകാരനാക്കി. അതിനുശേഷം പിന്നെ കുറേ കോമഡി രംഗങ്ങൾ, അതിനിടയിലാണ് ഇങ്ങനെ രംഗം. ഈ ഒരു രംഗം എങ്ങനെയാണ് ഷാജോൺ എങ്ങനെയാണ് ആ ജിത്തു കണ്ടെത്തിയിട്ടുണ്ടാവുക? അതൊരു വലിയ അത്ഭുതമാണത്. ഞാനതിന് ജിത്തു ജോസഫിന് ഫിലിം മേക്കറിനോട് നന്ദി പറയുകയാണ്. കാരണം അത് വലിയ ധൈര്യമാണ് സാറേ. കാര്യം അങ്ങനെ ആർക്കും. ഒരു സെക്കൻഡ്, ജിത്തുവിന് ഇപ്പം വരണമെന്നൊരു വാശി വരട്ടെ. തിളക്കം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഷാജോനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് പല സിനിമകളിലും പിന്നെ ഡോക്ടർ ലവ് ഒക്കെ വന്നപ്പം ഞാൻ അന്ന് അതിൻ്റെ സെറ്റിലൊക്കെ ചെന്നപ്പം ഞാൻ കൂടുതൽ പരിചയപ്പെട്ടു. ഞാനെപ്പോഴും ഷാജോനെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഒരു വളരെ റേഞ്ചുള്ള കാലിബറുള്ള ഒരു നടനാണെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഷാജോനോട് പോലും ഞാൻ ഇന്നവരെ പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഷാജോനെ കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ സഹദേവൻ ഷാജോന് കൊടുക്കണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഷാജോന് അത് കൊടുത്താൽ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. കാരണം ദൃശ്യത്തിനകത്ത് സഹദേവൻ കുറച്ച് എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെ കൺട്രോൾഡായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഷാജോനുമായിട്ടൊന്ന് അടുത്തിടപഴകി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ്, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ മൈ ബോസിൽ ആ ഒരു ഹ്യൂമർ അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ ഷാജോന് വലിയ വ്യത്യസ്തമായ ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ അടുത്തറിയുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഞാൻ മൈ ബോസിൽ വേഷം കൊടുത്തത്. അത് കഴിഞ്ഞ് മൈ ബോസിൻ്റെ ലൊക്കേഷൻ വെച്ച് തന്നെ ഞാൻ ഷാജോനോട് ഈ സിനിമയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ഞാൻ ഷാജോൻ അത് വന്ന് സ്ക്രിപ്റ്റ് വായിച്ച് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഷാജോൻ ഓഫ് കോഴ്സ് ഞാൻ പറയുമെങ്കിൽ വളരെ അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇനിയും ഒത്തിരി നല്ല ക്യാരക്ടറുകൾ അദ്ദേഹത്തെ തേടി വരാനുണ്ട്. പിന്നെ ഷാജോനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഞാൻ ഈ സഹദേവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ഷാജോന് നൽകി.
ഷാജോൻ വായിച്ചു. ഓഫ് കോഴ്സ് അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണെന്ന് ഷാജോനും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായി വളരും എന്ന് ഷാജോൻ കരുതിയിരുന്നോ? വളരെ ഒരുപക്ഷെ ഒരു സംവിധായകൻ ഒരു നടന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവാണ് കൊടുത്തത്. എന്നാൽ ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തത് ആ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നില്ല, വരാൻ പോകുന്ന മറ്റൊരു സിനിമയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഷാജോൺ ആ വേഷം കൊടുത്തതെന്ന് പറയുന്നത്. അപൂർവ സംവിധായകർ മാത്രമേ അങ്ങനെ പരീക്ഷ നടത്തുള്ളൂ. അല്ല, അങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് പല ആൾക്കാർക്കും അടുത്ത സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അവിടെ അളക്കുകയാണ് നമ്മളെ. അപ്പോൾ ഷാജോണെ പഠിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ ഷാജോൺ താന്തിയൊന്നതരം കാണിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതെ, അവിടെ ഇനി ക്ഷമയാണ്, അല്ലേ, കാത്തിരിപ്പിന്റെ ക്ഷമയാണ്. ആ ക്ഷമ സഹായിച്ചു. കോട്ടയം യൂണിവേഴ്സിറ്റി സഹായിച്ചു. അത് സത്യസന്ധമായ ഒരു ക്ഷമ തന്നെയാണല്ലോ, വ്യാജമല്ല. അല്ല, അത് ഷാജോന്റെ സ്വഭാവത്തിന്റെ ഭാവമാണ്, ഉണ്ടാക്കേണ്ടതല്ല. അല്ല. ഷാജോൺ, ജിത്തു. ആദ്യം പറയാനുള്ളത്, എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല 2 കഥാപാത്രങ്ങളാണ് ജിത്തുബായി എനിക്ക് തന്നത്. ഒന്ന് മൈ ബോസിലെ ആ ക്യാരക്ടറും, അലി എന്ന് പറയുന്ന ക്യാരക്ടറും, പിന്നെ തീർച്ചയായിട്ടും ദൃശ്യവും. അപ്പം ഈ മൈ ബോസിന് മുൻപും കോമഡി വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ത്രൂ ഔട്ട് എന്ന് പറയുന്ന വേഷങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും മൈ ബോസിൻ്റെ ഒരു വിജയത്തിന് ശേഷമാണ് ഒരു കൊമേഡിയൻ എന്നുള്ള രീതിയിൽ സിനിമാക്കാരും അതുപോലെ തന്നെ സിനിമ കാണുന്നവരും എന്നെ അംഗീകരിച്ച് തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ദൃശ്യം എന്ന് പറയുന്നൊരു വേഷമാണ് തീർച്ചയായിട്ടും ഷാജോൺ കുഴപ്പമില്ല കേട്ടോ, വേഷങ്ങൾ കൊടുത്താൽ ചെയ്തോളും എന്ന് ഒരു ധൈര്യം ഉണ്ടായി കൊടുത്തത്. രണ്ടും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിൻ്റെ കഴിവ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൃശ്യത്തിലെ ക്യാരക്ടർ ഞാനല്ല മറ്റാര് ചെയ്താലും ഇതേ റിസൾട്ട് തന്നെ വരും. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് ഗംഭീര സ്ക്രിപ്റ്റായിരുന്നു അത്. ഞാൻ പറഞ്ഞ പോലെ ജിത്തുബായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ മൈ ബോസിൻ്റെ ഡബ്ബിങ് സമയത്ത് ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്ന്. കാര്യം മൈ ബോസിൽ എനിക്കൊരു കൊമേഡിയൻ്റെ വേഷമാണ് എനിക്ക് തന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സ്കോപ്പുള്ള ക്യാരക്ടർ ഇല്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ അതിലുണ്ടാവില്ല എന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് തോന്നിയത് നല്ല സിനിമയായിരിക്കുന്നു. പക്ഷേ ഇതുപോലൊരു വിജയമൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ആശങ്കയുണ്ട്. അല്ല സാർ, അപ്പോഴും എനിക്കറിയില്ല ഇത് ഞാനാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് വായിക്കാൻ തന്നതുള്ള ഒരു അഭിപ്രായം പറയാനോ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഉറപ്പിച്ച് ഞാൻ ആ സിനിമയിൽ ഉണ്ടാവില്ല എന്ന്. കാര്യം കണ്ടപ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഒരു ഇടവില്ല, എനിക്ക് പറ്റിയ ഇടവില്ല. അപ്പം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ഗംഭീര നല്ല സിനിമയായിരിക്കും ഇത് കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കോമഡി മാത്രമേ ഈ മൈ ബോസ് ഒരു ഹിറ്റായി കഴിഞ്ഞിട്ട് ഒരു സിനിമ വിളിച്ചു, കോമഡി മാത്രമേ ചെയ്യുള്ളൂ, നെഗറ്റീവ് ഒക്കെ ചെയ്യാൻ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആരും തരുന്നില്ല, എന്ത് ചെയ്യാനാണ്? നമ്മുടെ പേരിൻ്റെ ഒപ്പം ഒരു കലാഭവൻ എന്നുള്ളൊരു പേരുള്ളതുകൊണ്ടാണ് ആരും തരാത്തതെന്ന് പറഞ്ഞു. പറഞ്ഞാൽ സഹദേവൻ്റെ വേഷം ചെയ്യുന്ന ഷാജോൺ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ. കാര്യം നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാതെ, കാര്യം ആ സ്ക്രിപ്റ്റ് അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും എൻ്റെ മനസ്സിൽ അതുപോലെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ സഹദേവൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ഇതുപോലെ സത്യമാണോ? എൻ്റെ മനസ്സിൽ ഷാജോണാണ് ഇപ്പോൾ ഉള്ളത്, പിന്നെ ഇത് സിനിമയാണ്, ബിസിനസ്സാണ്, അതൊക്കെ ആയി വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നടന്ന് ലാലേട്ടനോട് പോയി പറഞ്ഞ്, ലാലേട്ടനോട് സിദ്ദിഖയുടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ലാലേട്ടനെ കാണാൻ ജിത്തുബായി വരുന്നത്. അവരോട് പറഞ്ഞ് ലാലേട്ടനോടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജോൺ ഏകദേശമൊക്കെ ധാരണയായി, ലാലേട്ടനായിരിക്കും ഹീറോ ചെയ്യുന്നത്, ആൻ്റണി പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുക. പിന്നെ ഒരു വിഷമമുള്ള എന്താണെന്ന് വെച്ചാൽ ഷാജോണെ, അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇല്ല നമ്മൾ സഹദേവൻ ചെയ്യുന്ന ഷാജോൺ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി. കാര്യം സിനിമ മൊത്തത്തിൽ കളർ മാറി. ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് വന്നൊരു സെറ്റപ്പേ അല്ലാതെ ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വേഷം ചെയ്യുക. അപ്പം ജിത്തുബായി ചോദിച്ചതുപോലെ ഒരിക്കലും ഇങ്ങനൊരു റീച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു കഥാപാത്രം. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും എനിക്കൊന്നും ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ദൃശ്യത്തിലെ സഹദേവനായിട്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആദ്യം ആൾക്കാർ എന്നെ കേട്ടോ. ഉദയനാണ് താരത്തിൽ ഡയലോഗുണ്ട്, അവനെ അടിക്കാൻ വേണ്ടി മറ്റേ അമരീഷ് പുരിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ വേണമെങ്കിൽ തൊട്ട് ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയാവുന്നത് സഹദേവനാണ്. അതിലൊരു പക്ഷേ ഒരു കോമഡി നടനെ ഒരു വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാർ അനുവദിക്കുന്നു. അതെ, സാധാരണഗതിയിൽ സംഭവിക്കണമെന്നില്ല. ഇത് മലയാളത്തിൽ മാത്രമായിരിക്കും വേണം സംഭവിക്കുക, വേണമെങ്കിൽ തമിഴിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഒന്നും സംഭവിക്കാൻ സാധിക്കും അല്ലേ? അതെ. ഷാജോൺ എന്തുകൊണ്ടും എവിടെയൊക്കെയോ ഒരു നന്മ, എവിടെയൊക്കെയോ നൊവേനയുടെ ഒരു ശക്തി അവിടെ
അവിടെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല സാറേ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്ന സെറ്റ് വെച്ചിട്ടാണ് ജിത്തുബായി ഇത് ലാലേട്ടനോട് വായിച്ച് കേൾപ്പിക്കുന്നത്. ആ സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പം ഒരു 50 ദിവസത്തോളം ഞാൻ ലാലേട്ടനൊപ്പം ഉള്ളൊരു ക്യാരക്ടർ. കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പം അതിന് ഗുണം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് ആരാ സഹദേവൻ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഷാജോനാണെന്ന് പറഞ്ഞു. ഓക്കെ, അവൻ ചെയ്തോളാം അവൻ ഓക്കെ. ഒരു പക്ഷേ ആ ഒരു മറ്റേ ലേഡീസ് ആൻഡ് ജെന്റിൽമാനിൽ ഷാജോൺ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലാല് വേണമെങ്കിൽ ഒരു എന്താണ് ആ മുകളിലെന്നായിരുന്നു അതിന് എന്താ അല്ല, അതൊക്കെ പുണ്യമാണ്, അവരൊരു വാക്കാണ്. അതെ സാറേ, അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, ഒരു ജീവിതമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഈ തല്ലുന്ന സീൻ തന്നെ കാണിച്ചില്ലേ, ഈ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫൈറ്റ് മാസ്റ്റർ ഇല്ല. അപ്പം ജിത്തുബായി പറഞ്ഞു ഫൈറ്റ് മാസ്റ്ററെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അതൊരു മെക്കാനിക്കലാണ് വെച്ച് അവിടെ തട്ടി ഇവിടെ ഇടിച്ചത്. അപ്പം ജിത്തുബായി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല വേണ്ടത്, ഒരു ജയിലിൽ ഒരാളെ കിട്ടി എങ്ങനെ ഇടിക്കും അതുപോലെ ഇടിക്കണം എന്ന് പറഞ്ഞു. എനിക്കാണ് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വിറക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇടിക്കേണ്ടത് ലാലേട്ടനെയാണ്, മനസ്സിലായല്ലോ. എന്നാൽ ഈ ഫൈറ്റ് മാസ്റ്ററും കൂടി ഇല്ല. അതിലേക്ക് തന്നെ നമ്മൾ അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല സിനിമയിൽ. ഇത് ഫൈറ്റ് മാസ്റ്ററും ഇല്ല, പിന്നെ എങ്ങനെ ഇടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ലാലേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് ടെൻഷൻ ഉള്ളത്. ലാലേട്ടൻ അപ്പോൾ നമ്മുടെ തോളലൊക്കെ ആയിട്ട് മോനെ അത് കുഴപ്പമില്ല മോനെ അത് ഇവിടെ ചവിട്ടണം. അപ്പോൾ ചേട്ടൻ ഒന്ന് ചെരിഞ്ഞു പുള്ളിയാണ് മോൻ ഇവിടെ ചവിട്ടണം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ മോൻ ഇവിടെ ഇടിക്കുക. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുനിയുമ്പോൾ വയറിന് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കമ്പോസ് ചെയ്ത് ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ജിത്തുബായി പറഞ്ഞ് ഞങ്ങൾ ക്യാമറ എടുത്ത് ശ്രീത്ത് വാസുവാണ് ക്യാമറ, ഞങ്ങൾ ക്യാമറ എടുത്ത് വരും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ലാലേട്ടനാണ് അത് ഫുള്ള്. എനിക്കാണ് ചവിട്ടാൻ പേടി. ലാലേട്ടൻ പറഞ്ഞു ചവിട്ട് ഇവിടെ ചവിട്ടിയാൽ ആ ഷൂവിൻ്റെ പാട് ഇവിടെ വരണം, എന്നാലും അത് ഫീൽ ചെയ്യും, നീ ചവിട്ടെന്ന് പറയാൻ ഇങ്ങനെ കിടന്ന് ഇട്ടിക്കുകയാണ്. ഓരോ ഷൂട്ടിനും ലാലേട്ടൻ മനങ്ങി വന്ന് പറഞ്ഞ് വേറെ കഥകളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുക്കി എടുക്കുക എന്നൊക്കെ പറയത്തില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ധൈര്യം തന്നെ അങ്ങനെ എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ജിത്തുബായിക്കും ലാലേട്ടനും സുഹിത്തിനും അവകാശപ്പെട്ട തന്നെയാണ്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷന് തൊടുപുഴ ചെന്ന് ഞാൻ തലേദിവസം ചെന്നിട്ട് ഞാൻ നേരെ ജിത്തുബായുടെ റൂമിൽ ചെന്ന് പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങ് ഏൽപ്പിക്കുക, എന്താന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചോണെന്ന് പറഞ്ഞു. താങ്കളുടെ പാദങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കണം. ജിത്തുബാ ഒന്ന് ചുമ്മാ നമ്മളങ്ങ് ചെയ്യുക എന്നെ അങ്ങനെ ഒന്നും പറയണം, എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കില്ല, നമുക്ക് അങ്ങ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യം തരലുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ ജിത്തുബായുടെ മുഖത്തേക്ക് നോക്കും. മോനിറ്റർ അവിടെ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും ജിത്തുബായി മോനിറ്റർ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു കാര്യം, നമ്മളിപ്പോഴും കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്.